തരിന തരിന താരിന ധനി ഗമദ ധനി നി സനി ധ മദ മഗ മഗ സ ദേവസഭാതലം രാഗിലമാകുവനാദമയോഗമേ സ്വാഗതം 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 ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയോഗമേ സ്വാഗതം സ്വാഗതം ആരിന സരി ഗമ പരി ഗമ പദ ഗമ പദ നിമ പദ നി സ നി ധ പ മ ഗരി സ ഷഡ്ജം സരി ഗമ പദ സരി ഗമ പദ നി ധ ധ നി ധ പ മ പ സ നി ധ പ മ ഗരി ധ ധ മയൂരനാദം സ്വരമായി വിടരും ഷഡ്ജമനാദമന്ത്രം മയൂരനടനം ലയമായി തെളി ഷഡ്ജം ആധാരനാദം പമഗമഗ നീ സരഗമപദനി ദരി ഋഷഭം ഋഷഭസ്വരങ്ങളാൽ പൗരുഷമേകും ശിവവാഹനമേ നന്ദി ഹൃദയാനന്ദമേകും ഋഷിഗദമാം സ്വരസഞ്ജയമേ നന്ദി സരി ഗ ബഗരി ധരി ഗ പദ ബഗരി ധരി ഗ പദ ദ ബഗരി ധരി ഗ പദ സരി ഗ ഗ ഗ ഗാന്ധാരം സന്തോഷകാരക സ്വരം 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 ജരവഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം ആമോദകാരക സ്വരം സുന്ദര ഗാന്ധാരം 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 സരി ഗമ പദനി സരി രി ഗമ മധ്യമം ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം സരി ഗമ പദനി ദഗരി ധനി ധ പദനി മാധവം ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം മാമ നി ധ പ പ പ പഗരി നി നി ഗമ പ പ പ പഞ്ചമം മ പ സ പ നി ധ പ പ പ പ പ പ പഞ്ചമം വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം
വസന്ത കോകിലസ്വനം ധനി സ പദനി മപദ ഗമ പരി ഗമ പദനി ധരി ഗരി ധനി ധപമ ഗമ പദനി സ മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാ മണ്ഡൂകമന്ത്രം ദൈവതം അശ്വരവങ്ങളാജ്ഞ ചക്രത്തിലുണർത്തും സ്വരരൂപം ദൈവതം ഗമ പദനിത ധനിത പദനിത മപദനിത ഗമ പദനീനി നിഷാദം ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീനി നീനി ശാന്തമായി പൊഴിയും സ്വരജലകണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം തക്ക് ധാങ് ധാങ് ധ കിട്ട് തക്ക് ധാങ് ധാങ് ധ കിട്ട് തക്ക് ധാങ് ധാങ് ധ അനുദാതമുദാത്ത സ്വരിത പ്രജയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം ആനന്ദനം ദം ദദാനന്ദനം ദം ദദാനന്ദനം ദം ദദാ ആനന്ദനം ദം ദദാ ജഗദാനന്ദം സംഗീതം മരിധനി പരി സനി പമദനി സനി പമരി പാപ മരിധനി പരി രിധനി പമ സനി നിധനി പമരി മരിധനി പരി രിധനി പമ സനി പമരി മരിധനി പരി ധനി പമ ധനി പമ രിധനി പമ ധനി പമരി പമരി ധനി പമരി പമരി മവനിയാനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം 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 Wow, what a wonderful performance. ഞാനൊന്ന് ഇവിടെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റേജൊക്കെ ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് വളരെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. പേടിക്കണ്ട, ഞാൻ പാടില്ല. ഫാമിലിയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അമ്മ മോനെന്ന് ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തപ്പം ഇച്ചിരി പ്രായം ഉണ്ടാവും, അച്ഛൻ ഇച്ചിരി നര, അമ്മ ഇച്ചിരി നരച്ച്, മകൻ ഈ ഒരു ഇച്ചിരി മാച്ചുവർഡായിട്ട്. ഇതെനിക്ക് നിങ്ങളെ കണ്ടിട്ട് ബ്രദർ സിസ്റ്റർ പോലെയൊക്കെയാണല്ലോ തോന്നിക്കുന്നേ. ദിസ് ഇസ് പ്രവീൺ ശർമ്മ, ആശാ ശർമ്മ ആൻഡ് ആനന്ദ് ഭൈരവ ശർമ്മ. പറഞ്ഞോളൂ, നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടത് എങ്ങനെയാണ്? ഞങ്ങള് സംഗീത കോളേജിലാണ് പഠിച്ചത്, സ്വാതിരുന്നാൾ സംഗീത കോളേജ് തിരുവനന്തപുരം. അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഓക്കെ. മോൻ എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ തന്നെ ഇൻസ്ട്രുമെന്റ്സിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ, അതോ നിങ്ങളെ കണ്ട് ഇവനിലേക്ക് വന്നതായിരുന്നോ? MA മ്യൂസിക്കിന് പഠിക്കുമ്പോൾ ആണ് പ്രഗ്നന്റ് ആവുന്നത്. അപ്പം ക്ലാസ്സിലിരുന്ന് ഇതെല്ലാം കേൾക്കുമല്ലേ, ഇപ്പം ഗർഭാവസ്ഥയിലെ ഇതെല്ലാം കേട്ടു. പിന്നെ 2.5 വയസ്സ് മുതൽ അഭിമന്യുന്നായിരുന്നു പേര് വരുന്നത്. അതിന് പകരമാണ് ആനന്ദം ഇട്ടത്. അല്ല, ആനന്ദ പേര് രാഗത്തിന്റെ പേര് ഇട്ടത്. അതിനുശേഷം പിന്നെ ഞങ്ങള് മൂകാംബികയിലായിരുന്നു മോനെ എഴുത്തിനിരുത്തിയതും. അവിടെ വെച്ചാണ് സംഗീതം തുടങ്ങിയതും. 2.5 വയസ്സ് മുതൽ ആള് റിയാലിറ്റി ഷോയിലൊക്കെ 2.5 വയസ്സിൽ സ്നഗി ബേബി കോntest എന്ന് പറഞ്ഞൊരു മത്സരം ഉണ്ടായിരുന്നു. അതില് പ്രൈസ് വിന്നറാണ്. അവന്റെ അവസ്ഥ ദേവസഭ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് സ്നഗി ബേബി എന്ന് പറഞ്ഞു. അല്ല, ഇതൊരു തുടക്കം മോനെ. കേറി വരും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഏത് ക്ലാസ്സിലാ? +1. ഓ മൈ ഗോഡ്, ഫാൻസ് എല്ലാം ഇപ്പൊ നിന്നെ ഇനിയിപ്പോ സ്കൂളിൽ ചെല്ലുമ്പോ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരിക്കോ? ഇല്ലല്ലേ? 12 ഇൻസ്ട്രുമെന്റ് വായിക്കും. 12 ഇൻസ്ട്രുമെന്റ് വായിക്കും. വിൻഡ്, സ്ട്രിങ് എല്ലാം കൂടെ ചേർത്ത്. വയലിൻ ശരിക്കും പറഞ്ഞാൽ ബി ശശികുമാർ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്.
മ്യൂസിക് പഠിക്കുന്ന എം ജയചന്ദ്രൻ സാറിൻ്റെ അടുത്താണ്. പിന്നെ മൃദംഗം അച്ഛനിൽ നിന്ന്, ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ വായിക്കുന്ന. ഇതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, ഇല്ലെങ്കിൽ അത് നമ്മള് ആ പാട്ട് എന്ന് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞ പോലെ പൂ പറിക്കുന്ന ലാഘവത്തോടെ പാടി ഒരു സ്ട്രെയിനോ അത് വേറെ ആര് പാടിയാലും എനിക്ക് തോന്നുന്നു കുറച്ച് കൈകാലൊക്കെ എനിക്ക് ഇതൊന്നുമില്ല. അത് 2 പേര് പാടിയതാണ്, ഒറ്റക്ക് പാടി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അതിന്റെ അത്ഭുതം തോന്നിയെന്ന് പറയാം, അതിന്റെ സെക്കൻഡ്സ് ഒക്കെ വോയിസ് പാടുന്നതിന്റെ നേരെ സെക്കൻഡ്സ് ആണ് വയലിനിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ജ്ഞാനമുള്ളവർക്കാണ് ഈ അറ്റ് എ ടൈം 2. ഇപ്പോൾ 10th ആകുമ്പോഴേക്കും പാരൻസ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സർഗ്ഗവാസനകൾ തൽക്കാലത്തേക്ക് നിർത്താൻ പറയുമല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതലും ഇതാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചത്. പക്ഷേ അതിന് നല്ല മാർക്കും 88% മാർക്കും ഉണ്ടായിരുന്നു. പഠിക്കാനും മിടുക്കനാണ്. അടിപൊളി അടിപൊളി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അബ്രോഡ് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. ഇതുവരെയും ചെയ്തിട്ടില്ല. അവൻ എപ്പോഴും പറയും ഇത്രയൊക്കെ ഞാൻ വായിച്ചിട്ടും എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഷോ കണ്ടു കഴിയുമ്പോൾ എന്താണെങ്കിലും 2-3 വിളി ഉറപ്പായിട്ട് വരും. എലീന ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 താരവിളയാട്ടം പോകാനുള്ള സ്റ്റഫാണ് അവിടെ ആ 3 പേരിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃദംഗത്തിൽ തന്നെ മൃദംഗവും തബലയും കുറേ സംഭവം വെച്ചാൽ അദ്ദേഹം ചെയ്യും. മോൻ്റെ കയ്യിലുള്ള ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൂടെ നിരത്തി വെച്ചാൽ ഒരെണ്ണം അങ്ങനെ പോകും. പിന്നെ നമ്മുടെ സോപാന സംഗീതം ഇടയ്ക്ക് ഇതൊക്കെ നടക്കും. കാരണം ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദികൾ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് മാത്രം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയല്ല, ഇവർക്കുള്ള ഒരു റേറ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര സ്റ്റാർസ് ആണ് ആസ് എ ഫാമിലി ഇവർക്ക് 3 പേർക്ക് കൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് മാസ്റ്റേഴ്സ് തീരുമാനിച്ച് പറയേണ്ടതാണ്. സംഗീത കുടുംബം അങ്ങനെ ആ ഒരു ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ഫാമിലി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല റേറ്റിംഗ് ആയിരിക്കും. 5 സ്റ്റാർ. 5 stars ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആസ് എ ഫാമിലി ഫ്രം കോമഡി മാസ്റ്റേഴ്സ്. അപ്പം നാദിക നമുക്കത് കൊടുക്കാം. ഇപ്പൊ മാസ്റ്റേഴ്സ് പറഞ്ഞാല് 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബിളാണ് ആസ് എ ഫാമിലി നിങ്ങൾക്ക് 3 പേർക്കും ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് നാദിക. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.